നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ഈ പൊതുവെ ഈ ഏത്തിസ്റ്റുകൾ, അതായത് ദൈവവിശ്വാസമില്ലാത്തവർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ, അതുമല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ്, ഇവർ എപ്പോഴും ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സിസ്റ്റത്തെ അവരെപ്പോഴും എതിർത്തുകൊണ്ടിരിക്കും. നോക്കൂ, ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ MBBSൻ്റെ സെയിം സിലബസാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് വൈറ്റമിൻസിനെ പറ്റി എന്തറിയാം, നിങ്ങൾക്ക് ഡയഗ്നോസിസ് വല്ലതും അറിയാമോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചികിത്സിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ അബദ്ധ ചോദ്യങ്ങൾ ഇവരിൽ നിന്നും വരാറുണ്ട്. ഞങ്ങൾക്ക് സർജറി പോസ്റ്റിംഗ് ഉണ്ട്, ഗൈനക്കോളജി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ബാച്ചിലൊക്കെ വന്നത് മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്രൊഫസേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ട്. ഇപ്പോൾ എക്സ്റേ, സ്കാനിങ്, അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ ബേസിസിൽ തന്നെയാണ് ഞങ്ങളും ചികിത്സിക്കുന്നത്. പിന്നെ എല്ലായ്പ്പോഴും എല്ലാ തിയറീസും ഒരുപോലെ ആവണമെന്നില്ല. കാലത്തിനനുസരിച്ച് ഞങ്ങളും മാറുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ലക്ഷണങ്ങൾ കണ്ട് മാത്രം ചികിത്സിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ റൂട്ട് കോസും കൂടെ കണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചികിത്സിക്കുന്നത്. ഹോമിയോപ്പതിയിൽ ഒരു പേഷ്യൻറ്റിനെ കണ്ടാൽ അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എല്ലാ സിസ്റ്റം അനാലിസിസ് എല്ലാം കണ്ടിട്ടാണ്, അലർജി, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ മെഡിസിൻ കൊടുക്കുന്നത്. പിന്നെ ഈ ഹോമിയോപ്പതിയുടെ ഒരു ഡോക്ട്രിൻ എന്ന് പറയുന്നത്, നമ്മൾ പറയാറില്ലേ, ഉഷ്ണം ഉഷ്ണേന ശാന്തി, ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഹോമിയോപ്പതി പ്രവർത്തിക്കുന്നത്. ഹോമിയോപ്പതിയുടെ തിയറി അനുസരിച്ച് നമ്മൾ രോഗങ്ങളെ അല്ലെങ്കിൽ രോഗാവസ്ഥകളെ 3 ഡിവിഷൻസായിട്ട് തിരിച്ചിട്ടുണ്ട്. മയാസംസ് എന്ന് പറയും, അതായത് സൈക്കോസിസ്, സോറ, സിഫിലിസ്. അത് അന്നത്തെ ക്ലാസിഫിക്കേഷനാണ്, ആ കാലത്തെ ക്ലാസിഫിക്കേഷനാണ്. അതിപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നോക്കൂ, ഞാൻ 10-20 വർഷത്തിൽ കൂടുതൽ പ്രാക്ടീസുള്ള ഒരു ഡോക്ടറാണ്. പക്ഷേ എനിക്ക് നല്ല പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. എനിക്കും ആദ്യമല്ല, ഇപ്പോഴും എനിക്കതിനകത്ത് അതിൻ്റെ സയൻസ് ബിഹൈൻഡ് ദാറ്റ്, അതിനെ പുറകിലുള്ള സയൻസിനെ പറ്റി ഒരു ധാരണ എനിക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണോ? നിങ്ങൾ ഒരു തുള്ളി മരുന്നിലേക്ക് 100 തുള്ളി ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നും ഒരു തുള്ളി എടുത്ത് വീണ്ടും 100 തുള്ളി അങ്ങനെ ആഡ് ചെയ്ത് അതിനെയാണ് പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്നത്. അവസാനം 1 1000 ആകുമ്പോഴേ ഒന്നാം ആകുന്ന ഒരു മെഡിസിനകത്ത് എത്ര മരുന്നിൻ്റെ പാർട്ടിക്കിൾസ് കാണും. നോക്കൂ, ഇവിടെ മരുന്നിൻ്റെ പാർട്ടിക്കിൾസ് അല്ല, നമുക്ക് നാനോ ടെക്നോളജി അനുസരിച്ച് നാനോ പാർട്ടിക്കിൾസിൻ്റെ ഒരു ബലം, ഒരു എനർജി അതിനകത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കേസുകൾ, ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള കേസുകൾ, ഹൈപ്പോതൈറോയിഡിസം, വർഷങ്ങളായി തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ ഒരു പെൺകുട്ടിക്ക് അത് മാറിയപ്പോൾ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിൽ പോലും തൈറോയ്ഡ് നോർമലായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം ഡീഹൈഡ്രേഷൻ വന്ന് വയറിളക്കം, അതായത് ലൂസ് മോഷനും വൊമിറ്റിങ്ങും വന്ന് ഫുഡ് പോയ്സണിങ്ങിൻ്റെ ഒരു ഇതാണ് കാണിച്ചത്. അതിന് മെഡിസിൻ കൊടുത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇത്രയും ഡീഹൈഡ്രേറ്റഡ് ആണ് കുട്ടി, നേരെ മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടർ നിങ്ങൾക്ക് ചികിത്സിക്കാമെങ്കിൽ ചികിത്സിക്കൂ. ഞാൻ മരുന്ന് കൊടുത്തു. പിറ്റേ ദിവസം അത് മാറിയിട്ട് ഒരു കുട്ടി കുറച്ച് ചോക്ലേറ്റുകളുമായിട്ടാണ് വന്നത്. ഇത് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. എന്താവും അതിൻ്റെ പുറകെയുള്ള കാരണം? ഹോമിയോപ്പതിക്കാർ ഒന്നും പറയാൻ പാടില്ല. അവർ ഒരു അബദ്ധ ധാരണയുടെ പുറത്ത് നടത്തുന്ന ഇതാണ്. ഇപ്പോൾ ആസിഫ് ഹുസൈൻ, വാട്ട് ഈസ് ഹിസ് നെയിം, ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നില്ല, ഫ്രീ തിങ്കർ ആൻഡ് എക്സ് മുസ്ലിം ലീഡർ. അദ്ദേഹം ഒരു ഹോമിയോപ്പതിക് ഡോക്ടറായിരുന്നു. അദ്ദേഹം ഹോമിയോപ്പതി ഉപേക്ഷിച്ചു, മതം ഉപേക്ഷിച്ചതുപോലെ തന്നെ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് നമ്മൾ ലിങ്ക്ഡാണ്.
അത് ഇൻടാഞ്ചിബിളാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല ആ ലിങ്ക്. അതിൻ്റെ ഒരു ബേസിസ് കൂടെയാണ് ഹോമിയോപ്പതി കടന്നു പോകുന്നത്. പ്രകൃതിയിലെ എനർജിയും കൂടെ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു വൈറ്റൽ ഫോഴ്സ്. ആ വൈറ്റൽ ഫോഴ്സിലാണ് നമ്മൾ പൊട്ടൻറ്റൈസ് ചെയ്ത മെഡിസിൻസ് ആഡ് ചെയ്തത്. അപ്പോൾ ആ എനർജി ഫോമിൽ ആ വൈറ്റൽ എനർജിയുമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ടാണ് ഒരു ശരീരത്തിലെ അസുഖങ്ങളൊക്കെ മാറ്റാൻ പോകുന്നത്. നോക്കൂ, എനിക്ക് തരുന്ന ഒരു പനിക്ക് എനിക്ക് തരുന്ന മെഡിസിൻ ഇനി അടുത്ത ആളിന് കൊടുക്കാൻ പറ്റില്ല. അയാളുടെ ഫിസിക്കൽ മേക്കപ്പും അയാളുടെ മെൻ്റൽ മേക്കപ്പും അയാളുടെ ഹോൾ ക്രേവിങ്സും അയാളുടെ ഹോളായിട്ട് അയാളുടെ ഫിസിക്കൽ ആസ് വെൽ ആസ് എല്ലാ എക്സാമിനേഷൻസും നടത്തിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ സ്കാനിങ്, ലാബ് ടെസ്റ്റുകൾ, എക്സ്റേ എക്സാമിനേഷൻ, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് മോഡേൺ മെഡിസിൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാ ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ അയാളെ അസുഖം കണ്ടുപിടിച്ചാണ് ഹോമിയോപ്പതിക്കാരും ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ, അതുപോലെ തന്നെ പെട്ടെന്ന് വളരെയധികം ന്യൂമോണിയ ആയിട്ടൊരു പേഷ്യൻ്റ് വരികയാണ്, വല്ലാത്ത ഫീവർ, വൈറൽ ഫീവർ, ഒന്ന് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. അങ്ങനെയുള്ള കേസിലൊന്നും ഹോമിയോപ്പതിക്കാർ സാധാരണയായിട്ട് ഞാൻ എടുക്കാറില്ല അങ്ങനെയുള്ള കേസുകൾ. കാരണം അവിടെ ആവശ്യം ആൻറ്റിബയോട്ടിക്സും അങ്ങനെയുള്ളതുമാണ്. അതുപോലെ ക്യാൻസർ പേഷ്യൻറ്റിന് അത്യാവശ്യമായിട്ടുള്ളത് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്ന് വേണം. ആ സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ ആ രോഗിയെ നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ആ രോഗം വഷളാക്കി അയാളുടെ ഡെത്തിലേക്ക് കൊണ്ടുവിടാൻ പാടില്ല. അത് ആയുർവേദമായാലും ഹോമിയോ ആയാലും സിദ്ധയായാലും യുനാനി ആയാലും അതൊന്നും അങ്ങനെ ചെയ്യരുത്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അസുഖങ്ങൾ, അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അസുഖങ്ങൾ, ആസ്മ, ഹൈപ്പോതൈറോയിഡിസം, PCOD കേട്ടിട്ടുണ്ടല്ലോ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അങ്ങനെയുള്ള പല എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് പോലെയുള്ള കണ്ടീഷൻസിനും ഡയബറ്റീസ് മെലിറ്റസിൻ്റെ മൈൽഡ് മോഡറേറ്റ് സ്റ്റേജസിലും അതുപോലെ ഹൈപ്പർ ടെൻഷൻ്റെ തുടക്കത്തിലുമൊക്കെ നല്ല മെഡിസിൻസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. അത് നല്ല അധികം നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും ഈ ഹോമിയോപ്പതിയെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു കൂട്ടർ അവർ അത് കൈവിടുക. ഹോമിയോപ്പതി നല്ല ഒരു സിസ്റ്റം ഓഫ് മെഡിസിനാണ്. പക്ഷേ അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ഹാനിമാൻ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ അതേപടി അംഗീകരിച്ചല്ല ഇന്നത്തെ ഡോക്ടർമാർ ചെയ്യുന്നത്. ഇപ്പോഴവർ സയൻറ്റിഫിക് ആയിട്ടാണ് അത് ചെയ്യുക. ആ സയൻറ്റിഫിക് മെത്തേഡിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഹോമിയോപ്പതി ഈസ് ദ ബെറ്റർ വേ, നോട്ട് ബെറ്റർ, ബെസ്റ്റ് വേ ഓഫ് ട്രീറ്റിംഗ് സം ഇൽനെസ്സസ്. ഞാൻ എല്ലാം പറയുന്നില്ല. വളരെ ഇനി ക്യാൻസർ പിടിച്ച് എല്ലാം മതിയായി ഒന്നുകൊണ്ടും മാറാതെ അവസാന സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അവർക്ക് നല്ലത്. ആ സമയത്ത് വേണമെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ആശ്വാസമായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ ഹോമിയോപ്പതി ശരിയാണോ അതോ തെറ്റാണോ? അതിനുവേണ്ടി നമുക്ക് മുറവിളി കൂട്ടണം. ഫ്രീ തിങ്കേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ട് അത് നിരോധിക്കാനായിട്ട് നമ്മൾ കോടതിയിൽ നിയമം കൊണ്ടുവരണം. എത്ര ആൾക്കാരാണ് അലോപ്പതിക് മെഡിസിൻസ് ഒട്ടും ശരീരത്തിൽ പറ്റാതെ വരുന്നത്, അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവർ ഹോമിയോപ്പതിയിലൂടെ രക്ഷപ്പെടുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്. അലർജിയും മറ്റുമൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഹോമിയോയിലാണ് കാണിക്കുന്നത്. അവരുടെ അലർജി മാറും. പക്ഷേ അതേസമയം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ആ കുട്ടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, വല്ലാത്ത ഇൻഫെക്ഷനാണ്. ഡോണ്ട് ഗോ ടു എ ഹോമിയോപ്പതി. അവിടെ നിങ്ങൾ അലോപ്പതി ഡോക്ടറെ തന്നെ കൊണ്ട് കാണിക്കുക, ഹോസ്പിറ്റലിൽ കാണിക്കുക, അലോപ്പതിക് മെഡിസിൻസ് എടുക്കുക. അല്ലാതെ അലോപ്പതി കുറ്റം പറയണ്ട. ഓക്കെ.